ചില തൊഴിലാളികൾക്ക് ശമ്പളത്തിന്റെ കൂടെ മുതലാളിമാർ നല്ല ചിമിട്ടൻ പണി കൂടെ കൊടുക്കും. സ്വയം ആപത്തിൽ പെടാതിരിക്കാനാണ് ഇവർ ഈ പോക്രിത്തരം കാണിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ സുഹൃത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന ആവശ്യവുമായി എന്നെ വിളിച്ചു. എന്റെ അറിവിൽ അവനൊരു ശമ്പളം കുറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത്. സോ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്നുള്ള ക്യാഷ് വിഡ്രോവൽ 20 ലക്ഷം രൂപയിൽ കൂടിയത് കൊണ്ട് ബാങ്ക് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധിച്ചു അത്രേ. മാസം 15,000 രൂപ മാത്രം ശമ്പളമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഇത്രയധികം ബാലൻസ് ബാങ്കിൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പല മുതലാളിമാരും കണക്കിൽ കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം കണക്കിൽ കാണിക്കാത്ത എമൗണ്ടുകൾ പലതും തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷായി കയ്യിൽ കൊടുത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചോദ്യം തൊഴിലാളികൾക്ക് മാത്രമേ വരുള്ളൂ എന്നുള്ളത് കൊണ്ട് മുതലാളിമാർ സേഫാണ്. മുതലാളിയെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിന്റെ വരും വരായകൾ തൊഴിലാളികൾക്ക് അറിയാത്തത് കൊണ്ടോ തൊഴിലാളികൾ പലരും ഇതിന് നോ പറയാനില്ല. IT ആൻഡ് GST ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചോദ്യം തൊഴിലാളികൾക്ക് മാത്രമേ വരൂ എന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങളുടെ ഇൻകം അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിയമപ്രകാരം തൊഴിലാളിയുടെ മാത്രമാവും. എൻക്വയറി നടത്താൻ IT ആൻഡ് GST ഡിപ്പാർട്ട്മെന്റിന് 7 വർഷം വരെ സമയമുള്ളത് കൊണ്ട് അതുവരയ്ക്കും ഇതേ ജോലിയിൽ ആ തൊഴിലാളി തുടർന്നോളണമെന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ എംപ്ലോയർ അവരെ സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല. പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ തൊഴിലാളിക്ക് 200% വരെ പെനാൾട്ടി അടയ്ക്കാൻ ബാധ്യത വരാം. നിങ്ങൾക്ക് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.